ഈ ബിസിനസ്സിൻ്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് നല്ലതും ചീത്തയും അങ്ങനെ ഒന്നും കൺസെപ്റ്റേ ഇല്ല കേട്ടോ. ഏതൊരു ബിസിനസ്സും നല്ല എത്തിക്കലി ചെയ്യുക, നല്ല വാല്യൂ സിസ്റ്റത്തോടു കൂടി ചെയ്യുക, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. അത് ഇപ്പം മീൻ കച്ചവടമാകട്ടെ, തട്ടുകടയാകട്ടെ, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലാകട്ടെ, ഇതെല്ലാം ബിസിനസ് തന്നെയാണ്. പലപ്പോഴും ആളുകൾ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ചെറുകിട ബിസിനസ്സുകളെ, അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെയാണ് പലപ്പോഴും ബിസിനസ്സുകാരനായിട്ട് മാറുന്നത്. അവിടെ നിന്നാണ് തുടങ്ങാറ്. അതിനുശേഷമാണ് ടീമിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുകയും അതിന് വലിയൊരു ബിസിനസ്സായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന സെൽഫ് എംപ്ലോയ്മെൻറ്റ് കാലത്ത് ചിലപ്പോൾ ചെറിയൊരു കച്ചവടമായിരിക്കും ചെയ്തിട്ടുള്ളത്. അത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മീൻ കച്ചവടമായിരിക്കും. അപ്പം മീൻ കച്ചവടത്തെ പുച്ഛിച്ച് തള്ളേണ്ട ഒരു കാര്യമല്ല. അത് ക്രോസ് ആൻഡ് ക്രോസിൻ്റെ ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ അത്രയധികം റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്, അത്രയധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പം പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരു മീൻ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബിസിനസ്സാണ്, അല്ലെങ്കിൽ അത് അത്ര വാല്യൂ ഉള്ള ബിസിനസ് അല്ല എന്നൊരു തോട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ ഫ്രണ്ടിൽ ഇത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത് ഏത് ബിസിനസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ ഏതൊരു ബിസിനസ്സിൻ്റെയും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വാല്യൂ സിസ്റ്റം കൃത്യമായിട്ടുണ്ട്, എത്തിക്സ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലീഗാലിറ്റി കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പം നിങ്ങൾ കൊച്ചിയിലുള്ള പനമ്പള്ളി നഗറുള്ള ആ സ്ട്രീറ്റിൽ കൂടെ നടന്നിട്ടുണ്ടാവും. അവിടെ കുറേയധികം തട്ടുകടകളുണ്ട്, ചെറുകിട കടകളാണ് അല്ലേ. ഈ കടക്കാർ ചെറുതാണ് അല്ലെ വലുതാണെന്നുള്ളതൊന്നുമില്ല. ഞാൻ അവരുമായിട്ട് സംസാരിച്ച സമയത്ത് അവിടെ ഏറ്റവും കുറഞ്ഞ സെയിൽ നടക്കുന്നത് 28,000 രൂപയുടെ സെയിലൊക്കെയാണ് ഒരു ദിവസം നടക്കുന്നത്. അപ്പോൾ ഈ തട്ടുകടയെ സംബന്ധിച്ച് ആവറേജ് ഒരു 30% നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. അതായത് ഒരു ദിവസം ഈ പറയുന്ന 28,000-30,000 രൂപയുടെ സെയിൽ നടന്നു കഴിഞ്ഞാൽ ഏകദേശം 8,000-9,000 രൂപ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഓർത്ത് നോക്കിയേ, ഒരു ദിവസത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ പലരും ഏതെങ്കിലും ഒരു കാലത്ത് തട്ടുകട തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ, അതായത് കോളേജിൻ്റെ തുടക്കകാലത്തൊക്കെ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ് നമുക്കൊരു തട്ടുകട തുടങ്ങിയാലോടാ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് നമ്മളുടെ ഈ ഈഗോ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ തട്ടുകട എന്ന് പറയുന്ന സാധനം നല്ല പ്രോഫിറ്റബിളാണ്. ഈ പറയുന്ന തട്ടുകടക്കാർ തന്നെ പല നല്ല ഹോട്ടൽസ് ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പലരും തട്ടുകടയിലാണ് തുടങ്ങിയതിൽ പോലും അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി അതിനൊപ്പം തന്നെ റെസ്റ്റോറൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഹോട്ടൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയ ഇൻകത്തിലൂടെ മറ്റ് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് മെക്കാനിസത്തിലാണ്. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബിസിനസ്സിൽ ഒരിക്കലും നല്ലത് ചീത്ത ഒന്നുമില്ല, കൂടിയത് അല്ലെങ്കിൽ കുറഞ്ഞത് അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഒരു ആറ്റിറ്റ്യൂഡാണ്, ഇതിനെയൊക്കെ എൻട്രി ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡാണ്. അപ്പം മീൻ കച്ചവടമെങ്കിൽ മീൻ കച്ചവടം, അത് നമുക്ക് ഈ പറയുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, അവരും ബിസിനസ്സുകാർ തന്നെയാണ്. അവരാണ് പിന്നീട് കാണുന്ന പല പ്രധാനപ്പെട്ട ബേക്കറികൾ അല്ലെങ്കിൽ ജ്യൂസ് ഷോപ്പുകൾ ഇതൊക്കെ ഓൺ ചെയ്യുന്നത്. അപ്പം സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങി പിന്നീട് ടീമിനെ ഡെവലപ്പ് ചെയ്ത് വലിയ ബിസിനസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റും കാണുന്നവരെല്ലാവരും. അപ്പം ഇന്ന ഇൻഡസ്ട്രിന്നോ അല്ലെങ്കിൽ ഇന്ന ഒരു രീതിയെന്നോ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അതിനകത്ത് നാണക്കേട് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ആളുകളുടെ അടുത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് ഒരു കുറഞ്ഞ പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ താഴ്ന്ന പ്രൊഡക്റ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ്സുകാരനാകാൻ പറ്റില്ല. അപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കൺസെപ്റ്റ് അങ്ങ് മാറ്റി വെച്ചോളുക. എവിടെയും ഇറങ്ങാം. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാണുന്ന, കസ്റ്റമർക്ക് പെയിൻ പോയിന്റ് ഉള്ള, കസ്റ്റമർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഏതൊരു ബിസിനസ്സും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ലീഗലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ തോട്ട് പ്രോസസ്സ് പ്രശ്നമല്ല, ചുറ്റുമുള്ള ആളുകൾ വിചാരിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക. ഇറങ്ങിക്കഴിഞ്ഞാൽ സക്സസ് ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും.